കോഴിക്കോട് ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. മാളിക്കടവ്, മാവൂർ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് വെള്ളക്കെട്ട് രൂക്ഷമാകുന്നത്. അതേസമയം ജില്ലയിൽ ഇന്ന് മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. കക്കയം ഡാമിൽ ജലനിരപ്പ് ഉയർന്നതോടെ ഓറഞ്ച് അലേർട്ട് തുടരുകയാണ്. മഴ തുടർന്നാൽ റെഡ് അലേർട്ടിലേക്ക് മാറി ഡാം തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കുമെന്ന് KSEBയുടെ അറിയിപ്പുമുണ്ട്. ഷബീർ ഒമർ കൂടുതൽ വിവരങ്ങൾ നൽകും. ഷബീർ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? കോഴിക്കോട് പരക്കെ ഇപ്പോഴും മഴ പെയ്യുന്നുണ്ടോ? ഏതൊക്കെ ഭാഗങ്ങളിലാണ് കാര്യമായ ഭീഷണികൾ നിലനിൽക്കുന്നത്? വെള്ളക്കെട്ട് എവിടെയൊക്കെയാണ് ഉള്ളത്? വിവരങ്ങൾ. സൈഫുദ്ദീൻ, കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. ശക്തമായ മഴയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. ഇന്ന് അതിരാവിലെ വലിയ തരത്തിലുള്ള മഴയും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. മൂടിക്കെട്ടിയ കാലാവസ്ഥയാണെങ്കിലും മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. അതേസമയം മലയോര മേഖലയിൽ മഴ പെയ്യുന്നുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ കക്കയം ഡാം തുറന്നുവിടാനുള്ള സാധ്യത KSEB ഇതിനോടകം അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ ഡാം പരിസരത്ത് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. ഒരുപക്ഷെ വൃഷ്ടിപ്രദേശത്ത് മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ വെള്ളം കൂടുകയാണെങ്കിൽ, ഡാമിലെ ജലനിരപ്പ് ഉയരുകയാണെങ്കിൽ ഈ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി വെള്ളം തുറന്നുവിടാനുള്ള സാധ്യതയാണ് KSEB അറിയിച്ചിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കുറ്റ്യാടി പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് മാളിക്കടവിലാണ്. മാളിക്കടവ് തണ്ണീർപ്പന്തൽ റോഡിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ 4 ദിവസമായി ഈ ഭാഗത്ത് ഈ കാണുന്നത് പോലെ, ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ വെള്ളക്കെട്ടുണ്ട്. കഴിഞ്ഞ 4 ദിവസമായി ഇതേ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. പൂനൂർ പുഴ കരകവിഞ്ഞാണ് ഈ പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ വെള്ളക്കെട്ട് അതിരൂക്ഷമായത്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചിരുന്നു. മറ്റു വഴികളിലൂടെ പോകാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ബോർഡടക്കം സ്ഥാപിച്ച് പൂർണ്ണമായും വാഹനങ്ങൾ കടത്തിവിടുന്നത് നിയന്ത്രിച്ചിരുന്നു. ആ നിലയ്ക്ക് 4 ദിവസമായി വെള്ളക്കെട്ട് രൂക്ഷമായി തന്നെ തുടരുകയാണ്. മഴ ശക്തമാവുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ സമീപത്തെ വീടുകളിലേക്കടക്കം വെള്ളം കയറുന്ന സ്ഥിതി ഉണ്ടാകും. മാവൂരിലും സമാനമായ സ്ഥിതിയുണ്ട്. എന്തായാലും ഇത്തരം പ്രദേശങ്ങളിൽ, താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം ഇതിനോടകം തന്നെ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. മാത്രമല്ല, കോഴിക്കോട് ജില്ലയിൽ ഇതുവരെ 8 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. 40ഓളം കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്കും മാറി താമസിക്കുന്നുണ്ട്. ഈ 8 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 77 പേരാണ് നിലവിൽ കഴിയുന്നത്. 2 താലൂക്കുകളിലാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുള്ളത്. കോഴിക്കോട്, കൊയിലാണ്ടി താലൂക്കുകളിലാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്. കൊയിലാണ്ടി നഗരസഭയിലെ 29, 31, 32 വാർഡുകളിലാണ് രൂക്ഷമായ വെള്ളക്കെട്ടുണ്ടായി വീടുകളിൽ വെള്ളം കയറുന്ന സ്ഥിതിയുണ്ടായി. ഈ വീടുകളിലുള്ളവരെയാണ് ക്യാമ്പുകളിലേക്ക് മാറ്റിയത്. ഒപ്പം തന്നെ കോഴിക്കോട് താലൂക്കിലും കുറ്റിക്കാട്ടൂർ വില്ലേജ് പരിസരത്തടക്കമാണ് ഈ വെള്ളക്കെട്ട് രൂക്ഷമായി നിരവധി കുടുംബങ്ങളെ ഈ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുകയും ബന്ധുവീടുകളിലേക്ക് മാറാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെയാണ് മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ സാധ്യതയടക്കമുള്ള മേഖലയിൽ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ ഈ സ്ഥലത്ത്, നമ്മളിപ്പോൾ കാണുന്ന ഈ സ്ഥലത്ത് സ്ഥിരമായി വെള്ളം കയറുന്ന സ്ഥലമാണ്. എന്നാൽ ഇത്തരം ദിവസം, അതായത് 4 ദിവസമായി വെള്ളക്കെട്ട് ഒഴിയാതെ നിൽക്കുകയാണ്. അതായത് മഴ എല്ലാ ദിവസവും ശക്തമായി തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഈ വെള്ളക്കെട്ട് ഒഴിയാതെ നിൽക്കുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും ഇപ്പോൾ നമ്മളൊപ്പം കുറച്ച് പ്രദേശവാസികൾ ചേരുന്നുണ്ട്. ഇപ്പൊ എത്ര ദിവസമായി ഇവിടെ എങ്ങനെ ഈ വെള്ളക്കെട്ട്? 4 ദിവസമായി. ഇതിപ്പം ഇത്രയും ദിവസം മഴ കാരണം കൊണ്ടാണ്. പിന്നെ പുഴയൊന്നും വെള്ളം വലിയുന്നില്ല. മഴ ഇങ്ങനെ തുടരുമ്പോ ആശങ്ക ഉണ്ടോ? ആശങ്കയാണ്. ഇപ്പം വീടുകളിലേക്ക് ഇനി വെള്ളം കയറുമെന്നുള്ള ആശങ്കയാണ്. ഡാം തുറന്നു കഴിഞ്ഞാൽ എന്തായാലും വീടുകളിൽ വെള്ളം കയറും, സാധ്യതയുണ്ട്. ഇന്നിപ്പം തുറക്കുന്നതാണ് റിപ്പോർട്ട് കേട്ടത്. സാധാരണ കഴിഞ്ഞ വർഷമൊക്കെ ഇവിടെ വീടുകളിൽ വെള്ളം കയറിയിരുന്നോ? കഴിഞ്ഞ വർഷം കയറിയിട്ടില്ല. അതിന്റെ മുന്നത്തെ ഇതിന് അങ്ങനെ കയറില്ല. പിന്നെ 18ലും 19ലൊക്കെയാണ് കയറിയത്. പിന്നെ ഇവിടെ എല്ലാ വർഷവും ഈ വെള്ളക്കെട്ട് ഉണ്ടാവുന്നതാണ്. എത്ര ദിവസം നിൽക്കുന്നത് സാധാരണ? മഴയുടെ ഇതുപോലെ ഇരിക്കും. പെട്ടെന്ന് വലിയാറുണ്ടോ? പെട്ടെന്ന് മഴ കുറയാണെങ്കിൽ പെട്ടെന്ന് വലിയും. ഇനിയിപ്പം ഡാം തുറക്കുകയാണെങ്കിൽ എല്ലാവരും ആശങ്കയിലാണ് ഇപ്പം. എന്നാലും സൈഫുദ്ദീൻ, ഇതാണ് ഇവിടുത്തെ സ്ഥിതി. അതായത് വെള്ളക്കെട്ട് ഉണ്ടാകാറുണ്ട്, കഴിഞ്ഞ വർഷമെല്ലാം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ മഴ തുടരുകയാണെങ്കിൽ ഈ പ്രദേശത്തെ, ഈ സമീപത്തെ വീടുകളിലേക്ക് അടക്കം വെള്ളം കയറുന്ന സ്ഥിതി ഉണ്ടാകും. 2018ലും 19ലും സമാനമായ രീതിയിൽ വീടുകളിലേക്ക് വെള്ളം കയറുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഡാം തുറക്കുകയാണെങ്കിൽ, ഡാം തുറന്നാൽ ഈ പുഴയിലെ ജലനിരപ്പെല്ലാം ഉയരും. അത് മൂലം ഈ വെള്ളക്കെട്ട് അതിരൂക്ഷമാവുകയും വീടുകളിലേക്ക് വെള്ളം കയറുന്ന ആശങ്കയുമാണ് ഈ പ്രദേശവാസികൾ പങ്കുവെക്കുന്നത്. മാവൂരിലും സമാനമായ രീതിയിൽ ഈ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ചാലിയാർ പുഴയിലടക്കം ജലനിരപ്പ് ഉയരുന്നു. ഇരവഞ്ഞിപ്പുഴയിലും ജലനിരപ്പ് ഉയരുന്നുണ്ട്. ഈ തീരദേശത്തുള്ളവർ, പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. സൈഫുദ്ദീൻ.